ബിഗ് ബോസ് വീട്ടിൽ കയ്യാങ്കളി നടന്നിരിക്കുകയാണ്. ജിൻഡോനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിരിക്കുകയാണ്. കൺഫെഷൻ റൂമിൽ വിളിച്ചു കഴിഞ്ഞ് ജിൻഡോ അവിടെ ഇരുന്ന് കരയാണ്. അയ്യോ ബിഗ് ബോസ്, ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വയ്യ ബിഗ് ബോസ്, എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ പറ ബിഗ് ബോസ്, അവരെയും ചോദ്യം ചെയ്യണം ബിഗ് ബോസ്, അവരാണ് ഇതെല്ലാം കാരണം ബിഗ് ബോസ്, അവർ ചായ നിഷേധിച്ചു ബിഗ് ബോസ്, പാവത്തിന് ചായ നിഷേധിച്ചു, എന്റെ ലാലേട്ടനെ വഴക്ക് പറഞ്ഞു ബിഗ് ബോസ്, എന്റെ ലാലേട്ടനെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അടുത്ത് പരാതി പറഞ്ഞു ജിൻഡോ. അതിൻ്റെ ഇടയിൽ കൂടെ ശാപവാക്കുകൾ വർഷിച്ച് ജാൻമണി, നിന്നെ ഞാൻ എടുത്തോളാം, നിന്നെ ഞാൻ ശരിയാക്കും, കാണിച്ചു തരാം, അങ്ങനെയാണോ, ആഹാ ഞാൻ നോക്കിക്കോ, നീ ഇറങ്ങിക്കോട്ടെ, എന്നെ നശിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ തലകറങ്ങി വീണ ജാൻമണിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ കുറച്ചു പേർ കണ്ടുപിടിക്കുന്നു ഐബോൾ അനങ്ങുന്നുണ്ട്, കണ്ണടച്ച ഐബോൾ. അപ്പോ അത് തലകറക്കൽ നാടകമാണോ? ബിഗ് ബോസ് വീട്ടിൽ ജാൻമണി അധികം നാൾ നിൽക്കുമോ, ഉണ്ടാകുമോ? ലാലേട്ടന്റെ വീക്കെൻഡ് മുന്നേ തന്നെ ജാൻമണി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ? കാണുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ ഇവിടെ റസ്മിന്റെ വീട് അല്ലെങ്കിൽ റസ്മിന്റെ നാടിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കമന്റ് ജിൻഡോ പറഞ്ഞായിരുന്നു. ജിൻഡോ പറഞ്ഞ കാരണം, ദൈവമേ എൻ്റെ തലയിൽ എന്തെങ്കിലും വരും, അതിന് മുന്നേ ഞാൻ തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും ഇട്ടേക്കാം എന്നുള്ളത് ജിൻഡോ തിരിച്ച് നിങ്ങൾ ബോഡി ബിൽഡേഴ്സിനെയും മസിൽമാനെയും കുറ്റം പറഞ്ഞു അല്ലേ? തെറ്റാണ് നിങ്ങൾ ചെയ്തേക്കണത്. എന്നെ മസിൽമാൻ എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തി ബോഡി ബിൽഡിംഗ് മൊത്തം കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, അവർ ചെയ്തത് തെറ്റാണ്, അവരെ ശിക്ഷിക്കണം. അതിൻ്റെ കൂടെ റസ്മിൻ അവിടെ ചെയ്തത് തെറ്റാണ്, വേസ്റ്റ് എടുത്തിട്ടത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ലാലേട്ടനെ കുറ്റം പറഞ്ഞു, ഏറ്റവും വലിയ തെറ്റ് അത് ജിൻഡോ വളരെ ബുദ്ധിപരമായി കണ്ടുപിടിച്ചു. കാര്യം പുറത്ത് റസ്മിൻ അവിടെ ലാലേട്ടൻ്റെ അടുത്ത് ഇച്ചിരി മോശമായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ഓവറായിട്ട് പെരുമാറി എന്നുള്ളത് നെഗറ്റീവ് റസ്മിൻ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ഗുണം ചെയ്യും. ജിൻഡോ ആ പോയിന്റ് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ലാലേട്ടനെ മോശമായിട്ട് സംസാരിച്ചു, ലാലേട്ടനോട് മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് റസ്മിൻ അപ്പുറത്തിരുന്ന് കരയാണ്. നോറ ഇനി ഒരു 3 മാസത്തേക്ക് അവിടെ ഇരുന്ന് കരയും ബാത്റൂമിനകത്ത് കേട്ടോ. അപ്പോൾ ഗബ്രി ഇവിടെ ക്ലാസ് എടുക്കുകയാണ്. എന്താണ് എക്കണോമിക് ക്ലാസ്, എന്താണ് ബിസിനസ് ക്ലാസ്? ജാൻമണി, നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ, ഞാൻ എപ്പോഴും ബിസിനസ് തന്നെയാണ് കേട്ടോ, നീ എന്നെ പഠിപ്പിക്കണ്ട. അപ്പം ജിൻഡോ, ഞാൻ ഫ്ലോ ക്ലീൻ ചെയ്യൂല, ഞാൻ കാപ്പി പിടിച്ചിട്ട് ചെയ്താൽ മതിയാ. അപ്പം അർജുൻ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അർജുൻ ഇന്നത്തെ ദിവസം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ എടുത്ത് അർജുൻ ഫ്ലോർ ക്ലീൻ ചെയ്യ് ചേട്ടാ, ഫ്ലോർ ക്ലീൻ ചെയ്യ്, ഞാൻ ചായ കുടിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചായ കുടിക്കുന്നില്ല. അപ്പം ജാസ്മിൻ, ഓ ഇനിയിപ്പോൾ വലിയ നാടകമായിരിക്കും, ഞാൻ ചായ ഉപേക്ഷിച്ചു, എനിക്ക് വേണ്ടി ചായ തന്നില്ല, വെള്ളം തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് ജിൻഡോയിനെ. അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി ജിൻഡോയിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അർജുനിൻ്റെ വഴി കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്സര പറയുന്നുണ്ട്, ചേട്ടന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അപ്പോ എന്ന് പറയാത്തതേ, ചേട്ടനും കൂടി ചായ നിഷേധിച്ചെന്നല്ലേ പറയണത്. അയ്യോ ഞാൻ ചായ നിഷേധിച്ചിട്ടില്ല, ഞാൻ പാവം ജാനു പുറത്ത് പോസിറ്റീവാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ. അവിടെ ജിൻഡോയ്ക്ക് തെറ്റുപറ്റി. ജാനുവിന് ചായ നിഷേധിച്ചത് ഭയങ്കര നെഗറ്റീവാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ. അതാണ് ആ പോയിന്റ് എടുത്തിരുന്നത്. എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഗബ്രി, ദേ വലിയ വേസ്റ്റ്, ചെറിയ വേസ്റ്റ് ഒന്നും അല്ല, വലിയ വേസ്റ്റ് താഴെ കിടപ്പുണ്ട് കാർപ്പറ്റിൽ. ജിൻഡോ, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പോക്കറ്റിൽ എടുത്തിട്ടോ, നീ നിക്കറിൽ എടുത്തിട്ടോ, നിനക്ക് നിക്കർ കഴിപ്പിക്കലാണല്ലോ പണി, ജിൻഡോ പറയാണ്. അപ്പോൾ ജിൻഡോ അത് കഴിഞ്ഞിട്ട് ഗബ്രിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഗബ്രി, ദേഹത്ത് തൊടരുത്, ദേഹത്ത് തൊട്ടാൽ ഞാൻ പറയും, അങ്ങനെ നേരെ ഇടിക്കാൻ വേണ്ടി തന്നെ ജിൻഡോ പോകുന്നുണ്ട്. തെറ്റാണത്. കുറച്ച് പേഴ്സണൽ സ്പേസിലേക്ക് കയറി പോകുന്നു. അപ്പൊ തന്നെ ബിഗ് ബോസ് വിളിക്കുകയാണ്, ജിൻഡോ കൺഫെഷൻ റൂമിലേക്ക് വരൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട്, ഞാൻ തള്ളിപ്പോലും ഇട്ടില്ല ബിഗ് ബോസ്, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അടിച്ച വേസ്റ്റ് തട്ടിയിട്ടു ബിഗ് ബോസ്, ഞാൻ മുട്ടയുടെ തോട് ഇവിടെ ഇരിക്കുന്നു കണ്ട, എന്നെ പറഞ്ഞ പോലെ അവരെയും പറ ബിഗ് ബോസ്, അവരെയും പറ, അത്രേ ഉള്ളൂ, എനിക്ക് വിഷമമുണ്ട് ബിഗ് ബോസ്. അത് കഴിഞ്ഞിട്ട്, ഇത് വ്യക്തിഗത മത്സരമാണ്, നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾ കഴിവ് തെളിയിക്കണം, ഞാൻ അതിജീവിക്കും ബിഗ് ബോസ്, ഞാൻ അതിജീവിക്കും, ഞാൻ ബിഗ് ബോസ് അവരെടുത്തും കൂടെ പറ അതിജീവിക്കാൻ. അപ്പം ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ മടി, അതും ക്യാപ്റ്റന്. എന്ത് തെറ്റാണ് ബിഗ് ബോസ് ക്യാപ്റ്റൻ ചെയ്തത്? പുറത്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞ് ജിൻഡോ പറയുന്നതാണ്. അപ്പം ബിഗ് ബോസ് ഇവിടെ കയ്യാങ്കളി പാടില്ല, വാക്ക് തർക്കമാകാം, അല്ലെങ്കിൽ നടപടിയെടുക്കും. അയ്യോ ഞാൻ വലതും തെറ്റ് ചെയ്തോ ബിഗ് ബോസ്, എന്നെ പുറത്താക്കരുത്, ചായ പോലും കൊടുത്തില്ല ബിഗ് ബോസ്, പറ ബിഗ് ബോസ്, തെറ്റല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? റൂള് പറഞ്ഞതാ ബിഗ് ബോസ്, റൂള് പറഞ്ഞതാ. അപ്പൊ ബിഗ് ബോസ് പെട്ടല്ല, പ്രേക്ഷകർ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യുന്നതൊക്കെ. ലക്ഷ്യത്തിലെത്താൻ ഏത് വെല്ലുവിളിയും നിങ്ങൾ നേരിടേണ്ടി വരും ബിഗ് ബോസ്. അപ്പം ജിൻഡോ, ഞാൻ അതിനെക്കാട്ടി വലിയ വെല്ലുവിളിയൊക്കെ നേരിട്ട തന്നെ, പിന്നെ എനിക്കിതൊന്നും വലിയ വെല്ലുവിളിയൊന്നുമല്ല. ബിഗ് ബോസ് പറ ബിഗ് ബോസേ, ഞാൻ പവർ ടീമിൽ വേണോ വേണ്ടേ? അപ്പം സമാധാനമായിരിക്കും, എനിക്ക് വെള്ളം വേണം, എനിക്കിപ്പോൾ വെള്ളം വേണം, അവർക്ക് വാണിംഗും കൊടുക്കണം, എനിക്ക് വെള്ളം വേണം. അപ്പോൾ ജിൻഡോ നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ്, സന്തോഷമായി. ബിഗ് ബോസ് ഇതും പറഞ്ഞാണ് എല്ലാവരെയും പാട്ടിലാക്കണത്. എനിക്ക് സമാധാനമായി ബിഗ് ബോസ്. അപ്പം ലാലേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചില്ല, ലാലേട്ടൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ പോയിന്റ് ജിൻഡോ കയറി പിടിച്ചത്
പിടിച്ചു കേട്ടാ. കാര്യം ലാലേട്ടനെ അടുത്ത് കുറച്ച് മോശമായി പെരുമാറുന്നത് റസ്മിന് നെഗറ്റീവായിരുന്നു. അപ്പോൾ അത് ജിൻഡോയ്ക്ക് ഗുണം ചെയ്യും. അത് പക്ഷെ ജാൻമണിയുടെ കാര്യം ഗുണം ചെയ്യില്ല. അർജുൻ ഔട്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് നമ്മൾ അവരെ എടുത്തത്. എനിക്കത് ക്ലിയർ അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണോ അർജുൻ എടുത്തത് അവർ പവർ ടീമിലേക്ക്? എനിക്കറിയില്ല. അർജുൻ ഔട്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത് ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസ് ഉടനെ ജിൻഡോ ശാന്തമായി പോകൂ, ജിൻഡോ ശാന്തമായി പോകൂ, ദൈവമേ ഇവിടെ ഇരുത്തിയ പ്രശ്നമാണ്. അപ്പോൾ ജിൻഡോ, ഞാൻ പവർ റൂമിൽ എന്താണ് പ്രശ്നം ബിഗ് ബോസ്? ഞാൻ നിന്നാ പ്രശ്നമുണ്ടോ? ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കാം ബിഗ് ബോസ്, ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കാം, പറയൂ. അപ്പോൾ ബിഗ് ബോസ് യുക്തിപരമായി ചിന്തിക്കുക കേട്ടോ. നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് ഇവിടെയാണ് പോട്ട് പണ്ടാരം പോട്ട്. എൻ്റെ ദൈവമേ ഇവിടുത്തെ പ്രശ്നമാണ്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അത് ഉത്തരം പറയാനും പറ്റണില്ല. അത് കഴിഞ്ഞിട്ട് ജാൻമണി ഡാഷ് ആണെങ്കിൽ ഞാൻ ശപിക്കും. ഞാൻ ശാപവാക്കുകളാണ്. 3 ദിവസം കൊണ്ട് പവർ ടീം പൊട്ടും. നോക്കിക്കോ, കാണാ അർജുൻ അവനെ ഞാൻ. പക്ഷേ നിങ്ങളെ മര്യാദയ്ക്ക് പറയണം കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. കാണിച്ചു തരും ഞാൻ കേട്ടോ. ഞാൻ ജീവിതം നശിപ്പിച്ച് കളയും ഞാൻ പുറത്ത് കേട്ടോ. അപ്പൊ അർജുൻ, നിങ്ങൾ പറയുന്നത് ഭീഷണിയാണ്. ജാൻമണി, നിങ്ങളത് ചെയ്യണ തെറ്റാണ്. അപ്പം എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ്, എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഉടനെ ശരണ്യ, അരെ മേരി ബച്ചേ പ്ലീസ് ബച്ചി റോമ तेरे लिए बोल रहा प्लीज बच्ची बोल रहा हूं ना तेरे लिए എന്ന് പറഞ്ഞിട്ട് ശരണ്യ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ജാൻമണി, എനിക്ക് വീട്ടിൽ പോകണം, തല ഇറങ്ങി വീഴുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജാൻമണി വീണു. ഓട്ടം, അയ്യോ ഓട്ടം, ഓട്ടം, വെള്ളം എടുത്ത് ഓടുന്നു വരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം പുള്ളിക്കാരുടെ കണ്ണിങ്ങനെ അനങ്ങുന്നതായിട്ട് റസ്മിനും അർജുനും ഒക്കെ നോട്ട് ചെയ്ത്. ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് തല ഇറങ്ങി വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഐബോൾസ് ഇവിടെ അനങ്ങത്തില്ല എന്നാണ്. അപ്പം കാര്യം അതൊക്കെ ടയേർഡായി, ഇതൊക്കെ ഇതായി കിടക്കുകയായിരിക്കും. അപ്പം അങ്ങനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകണം. പോട്ടെ, നമുക്കിപ്പോൾ പറയണ്ട. ഇനിയിപ്പോൾ നമ്മളിനി അത് ഇതാണെന്നൊന്നും പറയണ്ട. പക്ഷേ അവർ പറയാണ് പുറത്തിറങ്ങിയിട്ട് ഐബോൾസ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ അത് നാടകമായിരിക്കും എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. അത് മനസ്സിലായി. ആ പുള്ളിക്കാർക്ക് ഒരു കുഴപ്പമില്ല, അതാ തിരിച്ചു വന്ന്. പിന്നല്ലാണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അവർ ട്രിപ്പ് കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള സഡേഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അർജുനും ഋഷിയും സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ വളരെ തെറ്റാണ്. ജാൻമണി ആയതുകൊണ്ട് മിണ്ടുന്നില്ല. കറക്റ്റാണ്. ജാൻമണി ആയതുകൊണ്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കണം. വേറെ വല്ലവരും ആയിരിക്കണം. പുറത്താക്കിയേനെ അവർ വീട്ടിൽ നിന്ന്. വീട്ടിലുള്ള സകല ആൾക്കാരെയും ഭീഷണി, വീട്ടിലുള്ള സകല അത് പുറത്തിറങ്ങിയിട്ടെന്ന്. ഈ സൽമാൻ വല്ല ആയിരിക്കണം. ഇത് ഭയങ്കര കുറ്റമാണിത്. പുറത്ത് ഭീഷണിപ്പെടുത്താൻ പാടില്ല. ബിഗ് ബോസിൽ നീ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം, അവനെ നശിപ്പിക്കും, തീർക്കും. ഇതെന്തുവാണ് തീർക്കും എന്നൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനി ഭാഷ അറിഞ്ഞൂടാത്തതാണോ, ലാംഗ്വേജ് പ്രോബ്ലം ആണെന്നൊന്നും അറിയില്ല. അത് പക്ഷേ ഭയങ്കര തെറ്റായിട്ടുള്ള ലാംഗ്വേജ് ആണത്. തീർക്കും എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലുന്നില്ലേ? എൻ്റെ ദൈവമേ, എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവർ ശരിക്കും പറയുന്നതാണോ അതോ പക്ഷെ ശരിക്കാണെങ്കിലും കളിയാക്കിയാലും തെറ്റാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നില്ല ജാൻമണി ഇവിടെ അടുത്ത ദിവസം ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഒന്നെങ്കിൽ അവർ വാക്കൗട്ട് നടത്തും. എൻ്റെ മനസ്സ് പറയുന്നത് ഒന്നെങ്കിൽ അവർ വാക്കൗട്ട് നടത്തും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ വീക്കെൻഡ് കഴിഞ്ഞ് അവർ വാക്കൗട്ട് നടത്തും. എന്തെങ്കിലുമൊക്കെ നടക്കും. ഉറപ്പിച്ചോ നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്കൗട്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എൻ്റെ പൊന്നോ ഒടുക്കത്തെ മാറ്റിപ്പിടിക്കലാണ് കേട്ടാ. ഈ സീസണിനെ കുറിച്ച് അടുത്ത വർഷമാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഒന്നുമില്ല, ഞാനൊരു കാര്യം പറയാം. ഒരു 80% കണ്ടസ്റ്റൻസ് റിയൽ ആണ് കേട്ടോ അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മളിത് പറയണത്. നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് എന്തുകൊണ്ടാണ്? റിയൽ ആയിട്ട് നിൽക്കുന്നുണ്ടാണ്. സേഫ് ഗെയിം കളിച്ച് നിന്നാൽ നമുക്കൊന്നും, ഇപ്പോൾ കുറേ പേരോട് ശ്രീതു ഒക്കെ സേഫ് ഗെയിമാണ് കളിക്കുന്നത്. നമുക്കൊന്നും പറയാനില്ല. സത്യമാണോ ശരിയാണോ കള്ളാണോ ഒന്നും പറയാനില്ല. അതിനെക്കുറിച്ച് ടോപ്പിക്കേ ഇല്ല. മനസ്സിലായോ? പക്ഷെ ബാക്കിയുള്ളവരെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ജാൻമണി പക്കാ റിയലാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സീസൺ 6 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് റിയൽ ഗെയിമേഴ്സ് ഉണ്ട്. റിയലായിട്ട് നിന്ന് കളിക്കാം. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ ടോപ്പിക്കുള്ളത്. പിന്നെ റിയലിൻ്റെ ഇടയിൽ കൂടെ ഫേക്ക് എടുത്തിട്ട് കളിക്കുന്ന ആൾക്കാരും ഉണ്ട്. റിയലിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഫേക്ക് ഇട്ട് കളിക്കുന്നത്. പിന്നെ ഫേക്ക് അതുകൊണ്ട് പക്ഷെ നമുക്ക് റിയലായിട്ട് തോന്നും. സേഫ് ഗെയിമേഴ്സ് വളരെ കുറവാണ്. 2, 3, 4 എണ്ണം ഉണ്ട്. ഫേക്കേഴ്സ് അല്ല, സേഫ് ഗെയിമേഴ്സ് ഉണ്ട്. പക്ഷേ വന്നതൊക്കെ റിയലായിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. അത് ഔട്ടായവരാണെങ്കിലും എല്ലാം. ഇപ്പോൾ റോക്കി ആണെങ്കിലും രതീഷ് ആണെങ്കിലും ഒക്കെ, രതീഷൊക്കെ ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കണ്ടന്റാണ്. മനസ്സിലായോ? അങ്ങനെ നിന്ന് കളിച്ച ആൾക്കാർ ഈ സീസൺ 6 ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മൾ അടുത്ത കൊല്ലം ചർച്ച ചെയ്യപ്പെടുന്ന കണ്ടസ്റ്റൻസാണ്. നമ്മൾ അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുന്നേ അല്ലേ നോക്കാം നമുക്ക്. അപ്പോൾ സീസൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും തോന്നൂല. നമ്മൾ ഫുൾ നെഗറ്റീവേ പറയുള്ളൂ. സീസൺ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും നമ്മൾ കറക്റ്റ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ സീസൺ എങ്ങനെയാണ് പോകണമെന്ന്. എന്തായാലും ഒടുക്കത്തെ മാറ്റിപ്പിടിക്കൽ ട്വിസ്റ്റുകളോടെ ട്വിസ്റ്റുള്ള സീസണാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.